നമസ്കാരം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ മനസ്സിലാക്കിയ റീകോമ്പിനന്റ് DNA ടെക്നോളജിയുടെ ടൂൾസ് ആണ് ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത്. ടൂൾസ് ഏതൊക്കെയാ നോക്കി. ടൂൾസ് ഓഫ് റീകോമ്പിനന്റ് DNA ടെക്നോളജി. ഫസ്റ്റ് വൺ, റെസ്ട്രിക്ഷൻ എൻസൈംസ്. സെക്കൻഡ് വൺ, ക്ലോണിംഗ് വെക്ടേഴ്സ്. തേർഡ് വൺ, കോമ്പീറ്റന്റ് ഹോസ്റ്റ്. ഓരോന്നായി നമുക്ക് പരിചയപ്പെടാം. നമുക്ക് ഓരോന്നിനെ ആദ്യം ഒന്ന് പറഞ്ഞോട്ടെ. റെസ്ട്രിക്ഷൻ എൻസൈംസ് എന്താണ്? കഴിഞ്ഞ ക്ലാസ്സിൽ മനസ്സിലാക്കിയിരുന്നു. They are enzymes used to cut DNA into fragments. DNA മുറിച്ച് മാറ്റാൻ ഉപയോഗിക്കുന്ന, മുറിച്ച് കഷ്ണങ്ങളാക്കാൻ ഉപയോഗിക്കുന്ന കെമിക്കൽസ് ആണ് റെസ്ട്രിക്ഷൻ എൻസൈംസ്. രണ്ടാമത്തെ നോക്കുക, ക്ലോണിംഗ് വെക്ടേഴ്സ് എന്ന് പറയുന്നത് പ്ലാസ്മിഡ്സ് ആണെന്ന് പഠിച്ചു. ഇവിടെ പ്ലാസ്മിഡ്സ് എന്തിനു ഉപയോഗിക്കുന്നു പറഞ്ഞു? ജീനുകളെ ഒരു സെല്ലിൽ നിന്നും മറ്റൊരു സെല്ലിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ ഉപയോഗിക്കും. അത് അടുത്തൊരു ടൂൾ. മൂന്നാമത്തെ ടൂൾ നോക്കുക, കോമ്പീറ്റന്റ് ഹോസ്റ്റ്. നമ്മൾ ട്രാൻസ്ഫർ ചെയ്ത DNA മൾട്ടിപ്പിൾ കോപ്പി നിർമ്മിക്കണമെന്നുണ്ടെങ്കിൽ ഒരു ഹോസ്റ്റ് വേണം. അത് സാധാരണ ഹോസ്റ്റ് അല്ല, ആ ഹോസ്റ്റ് കോമ്പീറ്റന്റ് ആയിരിക്കണം. ആ ഫോറിൻ DNA പാർട്ടിക്കിളിനെ റിസീവ് ചെയ്ത് അതിന്റെ മൾട്ടിപ്പിൾ കോപ്പി നിർമ്മിക്കാൻ കഴിവുള്ള ഒരു ഹോസ്റ്റ് സെൽ ആയിരിക്കണം. നമുക്ക് ഫസ്റ്റ് ടൂൾ പരിചയപ്പെടാം, റെസ്ട്രിക്ഷൻ എൻസൈംസ്. ഈ എൻസൈമുകൾ ബാക്ടീരിയയിൽ നിന്ന് തന്നെയാണ് ഐസൊലേറ്റ് ചെയ്യുന്നത്. അതിന്റെ കണ്ടുപിടുത്തം എങ്ങനെയാണെന്ന് നോക്കാം. In 1963, two enzymes were isolated for restricting the growth of bacteriophages in E. coli was isolated. Bacteriophage എന്താണെന്ന് അറിയാമോ? ബാക്ടീരിയ ഈറ്റിംഗ് വൈറസ്. വൈറസ് ആണ്. വൈറസിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയാവുന്നതാണ്. ഇതൊരു ബാക്ടീരിയോഫേജ് ആണ്. ഇതൊരു ബാക്ടീരിയൽ സെൽ. ബാക്ടീരിയയെ നശിപ്പിക്കാൻ ഉതകുന്ന രീതിയിലുള്ള ആക്ടിവിറ്റിയാണ് ബാക്ടീരിയോഫേജസ് ചെയ്യുന്നത്. അതായത് ഒരു ബാക്ടീരിയൽ സെല്ലിനെ അറ്റാക്ക് ചെയ്യുന്ന ബാക്ടീരിയോഫേജ് അതിന്റെ ബാക്ടീരിയോഫേജിന്റെ DNA ഈ ഇക്കോളി ബാക്ടീരിയത്തില് ഹോസ്റ്റ് സെല്ലിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് അതിന്റെ മൾട്ടിപ്പിൾ കോപ്പി നിർമ്മിക്കും. എങ്ങനെയെന്ന് വെച്ചാൽ ഈ ഹോസ്റ്റ് സെല്ലിന്റെ എസ്റ്ററീഷ്യ കോളി ബാക്ടീരിയത്തിന്റെ മെഷീനറി ഉപയോഗിച്ചിട്ട് ഫേജ് DNA, ബാക്ടീരിയോഫേജ് DNAയുടെ മൾട്ടിപ്പിൾ കോപ്പി നിർമ്മിച്ച് കൂടുതൽ എണ്ണം ബാക്ടീരിയോഫേജസ് നിർമ്മിച്ച് ആ ബാക്ടീരിയ സെല്ലിനെ തന്നെ നശിപ്പിച്ച് പുറത്തു പോകും. അത്രയും ബാക്ടീരിയോഫേജസിന്റെ എണ്ണം വർദ്ധിക്കും. അപ്പൊ ഇത്തരത്തില് ബാക്ടീരിയോഫേജസിന്റെ അറ്റാക്കിൽ നിന്നും രക്ഷ നേടുന്നതിനെ സഹായിക്കുന്ന രീതിയിലുള്ള രണ്ടു തരം എൻസൈമുകളെ കണ്ടുപിടിച്ചു. ആ രണ്ട് എൻസൈമുകൾ ഏതൊക്കെയാന്ന് നോക്കാം. മെത്തിലേസ് എൻസൈം ആൻഡ് റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയേസ് എൻസൈം. ഇപ്പോൾ മെത്തിലേസ് എൻസൈം എന്താണെന്ന് നോക്കുക. ഇറ്റ് ആഡ് മീഥൈൽ ഗ്രൂപ്പ്സ് ടു DNA. രണ്ടാമത്തത് റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയേസ് എൻസൈം. ഈ റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയേസ് എൻസൈം ഫേജ് DNA ബാക്ടീരിയൽ സെല്ലില് മൾട്ടിപ്ലിക്കേഷൻ നടത്തുന്നത് തടസ്സപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരു ആക്ടിവിറ്റിയാണ് ഈ എൻസൈം നടത്തിയത്. അതാണ് റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയേസ് എൻസൈം. ഈ രണ്ട് എൻസൈമുകളും ബാക്ടീരിയൽ സെല്ലിലുള്ളത് കൊണ്ട്, അതായത് റെസ്ട്രിക്ഷൻ എൻസൈം ബാക്ടീരിയൽ ഉണ്ടല്ലോ, ആ ബാക്ടീരിയൽ സെല്ലിന്റെ DNAക്ക് നാശങ്ങളൊന്നും സംഭവിക്കുന്നില്ല. അതിന് റീസൺ ഉണ്ട്. അതായത് ഈ ബാക്ടീരിയൽ സെല്ലിൽ തന്നെ ഈ രണ്ടു തരം എൻസൈമും വരുന്നുണ്ട്. ബാക്ടീരിയൽ സെല്ലിൽ റെസ്ട്രിക്ഷൻ എൻസൈം പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ആ എൻസൈമിന് വേണമെങ്കിൽ ഈ DNA മുറിച്ച് മാറ്റാം, മുറിച്ച് കളയാം. പക്ഷേ അതിനെ മോഡിഫൈ ചെയ്യുന്ന രീതിയിൽ മറ്റൊരു എൻസൈമും പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അതാണ് മെത്തിലേസ് എൻസൈം. ഈ മെത്തിലേസ് എൻസൈം എന്ത് ചെയ്യും? ഈ DNAയിൽ മീഥൈൽ ഗ്രൂപ്പ് ആഡ് ചെയ്ത് റെസ്ട്രിക്ഷൻ എൻസൈമിൽ നിന്നും ബാക്ടീരിയയെ തന്നെ പ്രൊട്ടക്ട് ചെയ്യും. അതാണ് റെസ്ട്രിക്ഷൻ എൻസൈമുകൾ എന്ന് പറയുന്നത്. There are two types of nuclease enzymes, exonuclease and endonuclease. ടേമിൽ തന്നെയുണ്ട്. ഒന്ന് പുറത്ത്, മറ്റൊന്ന് അകത്ത് എന്ന് മീനിങ് വരുന്നതാണ്. എക്സോ ആൻഡ് എൻഡോ. എന്താ നോക്കാം. എക്സോന്യൂക്ലിയേസ് റിമൂവ് ന്യൂക്ലിയോടൈഡ്സ് ഫ്രം ദ എൻഡ്സ് ഓഫ് DNA. അതായത് DNA എന്ന് പറയുമ്പോഴേക്ക് പോളിന്യൂക്ലിയോടൈഡ് സ്ട്രാൻഡ് ആണ്. ഡബിൾ സ്ട്രാൻഡ് ആയിട്ടുള്ള പോളിന്യൂക്ലിയോയിഡ് സ്ട്രാൻഡ് ആയിട്ടുള്ള ഈ DNA മോളിക്യൂളിലെ അരികിലുള്ള, അതായത് എൻഡ് ഭാഗങ്ങളിലെ DNA മുറിക്കുന്നതിന് ഉപയോഗിക്കുന്നതായിരിക്കും എന്ത്? എക്സോന്യൂക്ലിയേസ് എൻസൈം. അതായത് ഒരു DNAയുടെ അരികിലുള്ള ന്യൂക്ലിയോടൈഡ്സ് റിമൂവ് ചെയ്യുന്ന ന്യൂക്ലിയേസ് എൻസൈമാണ് എക്സോന്യൂക്ലിയേസ് എൻസൈം. എന്നാൽ എൻഡോന്യൂക്ലിയേസ് നോക്കുക. ഇറ്റ് മേക്സ് ദ കട്ട്
അറ്റ് സ്പെസിഫിക് പോർഷൻസ് വിത്തിൻ ദ DNA. ഒരു DNA മോളിക്യൂളിന്റെ ഏതെങ്കിലും സ്പെസിഫിക് പോർഷൻസിൽ, അതിനകത്തുള്ള, അതായത് ഇന്നർ പോർഷനിലുള്ള ഏതെങ്കിലും സ്പെസിഫിക് പോർഷനിലെ DNA ന്യൂക്ലിയോടൈഡ്സ് റിമൂവ് ചെയ്ത്, അത് കട്ട് ചെയ്ത് മാറ്റുന്ന എൻസൈമുകളായിരിക്കും എൻഡോ ന്യൂക്ലിയേസ് എൻസൈം. ഇത്തരം ന്യൂക്ലിയേസ് എൻസൈമുകൾ, അതായത് ഇത്തരം റെസ്ട്രിക്ഷൻ എൻസൈമുകൾ DNA മുറിക്കുന്നതിന് ഒരു പ്രത്യേക സീക്വൻസ് ബേസ് ചെയ്തിട്ടാണ്. അതായത് നമുക്കറിയാവുന്നതാണ്, ഒരു DNA ഡബിൾ സ്ട്രാൻഡ് DNA തമ്മിൽ കണക്ട് ചെയ്യുന്നത്, രണ്ട് സ്ട്രാൻഡ്സും തമ്മിൽ കണക്ട് ചെയ്യുന്നത് നൈട്രജൻ ബേസ് പെയർസ് കൊണ്ടാണ്. അഡെനിൻ, തൈമിൻ, ഗ്വാനിൻ, സൈറ്റോസിൻ. These are purines. Adenine and guanine are purines. Thymine and cytosine are pyrimidines. ഇത് തമ്മിലുള്ള പെയറിംഗ് വഴിയാണ് ഈ രണ്ട് സ്ട്രാൻഡ് തമ്മിൽ കണക്ട് ചെയ്തേക്കുന്നത്. ബിഗ് ഹൈഡ്രജൻ ബോൺസ് കൊണ്ടാണ് കണക്ട് ചെയ്തേക്കുന്നത്. ഇതുപോലുള്ള നൈട്രജൻ ബേസ് പെയർസ് ഒരു പ്രത്യേക സീക്വൻസിൽ അറേഞ്ച് ചെയ്തിരിക്കുന്ന പോർഷൻസ് ഇതാണ്. അപ്പൊ അവിടെ ഒരു പുതിയ ടേം നമ്മൾ മനസ്സിലാക്കേണ്ടത് ശ്രദ്ധിക്കുക. റെക്കഗ്നിഷൻ സീക്വൻസ്. റെക്കഗ്നൈസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്? തിരിച്ചറിയുക. ഒരു പ്രത്യേക ബേസ് സീക്വൻസ്, നൈട്രജൻ ബേസ് പെയർസ് ഉള്ള ആ ഒരു സീക്വൻസ് ഈ എൻസൈമുകൾ തിരിച്ചറിഞ്ഞിട്ട് ആ ഭാഗങ്ങളിൽ മാത്രമേ ചെന്ന് DNA മുറിക്കുകയുള്ളൂ. ഇതെന്ത് ഡെഫിനിഷൻ നോക്കുക. റെസ്ട്രിക്ഷൻ എൻസൈംസ് ഓൾവേസ് കട്ട് DNA nucleotides at a particular point by recognizing a specific sequence of nitrogen base pairs. അതായത് റെസ്ട്രിക്ഷൻ എൻസൈം ഉപയോഗിച്ച് നമ്മളിപ്പോൾ ഒരു DNA മുറിക്കാൻ, ഒരു സെല്ലിന്റെ DNA മുറിക്കാൻ റെസ്ട്രിക്ഷൻ എൻസൈം ഉപയോഗിച്ചെന്ന് വെച്ചാൽ ആ എൻസൈം ചെന്ന് DNA എല്ലാ ഭാഗങ്ങളും മുറിക്കണമെന്നില്ല. ഓരോ എൻസൈമിനും സ്പെസിഫിക് ആയിട്ട് എന്തുണ്ട്? റെക്കഗ്നിഷൻ സീക്വൻസ് ഉണ്ട്. അതായത് ആ DNAയുടെ എല്ലാ ഭാഗങ്ങളും മുറിച്ച് കഷ്ണങ്ങളാക്കുന്നില്ല, പകരം പ്രത്യേക ബേസ് സീക്വൻസ് അറേഞ്ച് ചെയ്യുന്ന ഒരു പ്രത്യേക സ്ഥലം ഉണ്ടായിരിക്കും DNA. ആ സീക്വൻസ്, ബേസ് സീക്വൻസ് ഉള്ള ഭാഗത്ത് ബൈൻഡ് ചെയ്തിട്ട് അവിടെയായിരിക്കും കട്ടുണ്ടാക്കുക. ആ റീജിയനെ നമുക്ക് എന്ത് പറയാം? റെക്കഗ്നിഷൻ സീക്വൻസ്. അതായത് എൻസൈം ഒഴിച്ചു കഴിയുമ്പോഴേക്ക് ആ എൻസൈം DNA മൊത്തത്തിലൊന്ന് ചെക്ക് ചെയ്തിട്ട് അതിനകത്ത് ബേസ് പെയർസ്, ഈ എൻസൈം കൊണ്ട് മുറിക്കപ്പെടുന്ന സ്ഥലങ്ങൾ പ്രത്യേക സീക്വൻസിലുള്ള ബേസ് പെയർസ് ഉള്ള സ്ഥലമാകുമ്പോഴേക്ക് അവിടെ ചെന്ന് ബൈൻഡ് ചെയ്തിട്ട് ആ ഭാഗങ്ങളായിരിക്കും, ആ DNA ഭാഗങ്ങളായിരിക്കും കട്ട് ചെയ്ത് മാറ്റുക. മനസ്സിലായി കാണുമല്ലോ? ഇനി ശ്രദ്ധിക്കുക. ഇങ്ങനെ ബാക്ടീരിയത്തിൽ നിന്നും ഇങ്ങനെ ഐസൊലേറ്റ് ചെയ്ത ഫസ്റ്റ് റെസ്ട്രിക്ഷൻ എൻസൈമിന്റെ പേര് ശ്രദ്ധിക്കുക. HIND2. കണ്ടല്ലോ, പുതിയ പേരാണ് നോക്കുക. HIND, HIND2, റോമൻ ലെറ്ററില് 2 എന്ന് എഴുതിയിട്ടുണ്ട്. ഇനി ബ്രാക്കറ്റിൽ എഴുതിയിരിക്കുന്ന നോക്കി. ഹീമോഫിലസ് ഇൻഫ്ലുവൻസെ ഒരു ബാക്ടീരിയമാണ്. ഹീമോഫിലസ് ഇൻഫ്ലുവൻസെ ബാക്ടീരിയത്തിൽ നിന്നെടുത്ത റെസ്ട്രിക്ഷൻ എൻസൈമാണ് HIND2. അത് എങ്ങനെയാണ് ഇതിന് പേര് വന്നെന്നുള്ളത് നമ്മൾ അടുത്ത കണ്ടന്റിൽ പഠിക്കുന്നുണ്ട്. അപ്പൊ നോക്കി, HIND2 എന്ന റെസ്ട്രിക്ഷൻ എൻസൈമിന്റെ റെക്കഗ്നിഷൻ സീക്വൻസ് ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. അതായത് ഈ എൻസൈം ഒരു DNA ചെന്ന് ബൈൻഡ് ചെയ്യുന്ന പോർഷനാണ്. ആ എൻസൈം കട്ട് ചെയ്ത് പോകുന്ന സ്ഥലമാണിത്. റെക്കഗ്നിഷൻ സീക്വൻസ് ആണ്. അതായത് നൈട്രജൻ ബേസ് പെയർസ് അടങ്ങിയ ഒരു സീക്വൻസ്. ഇവിടെ നോക്കുക, 2 സ്ട്രാൻഡ് ഉണ്ട്. 5' to 3', 2 സ്ട്രാൻഡ്സ്. അതിനകത്തുള്ള ബേസ് സീക്വൻസ് നോക്കുക. GTCGAC. അതിന് കോംപ്ലിമെന്ററി ബേസ് പെയർസ് ഒന്ന് ശ്രദ്ധിച്ച്. GC, TA, CG, GC, AT, CG. ഇങ്ങനെ 5' to 3' ഡയറക്ഷനിലുള്ള 6 ബേസ് പെയർസ് അടങ്ങിയ ഒരു പ്രത്യേക DNA പോർഷനാണ് HIND2ന്റെ റെക്കഗ്നിഷൻ സീക്വൻസ്. മനസ്സിലായല്ലോ? നമുക്കൊരു റെസ്ട്രിക്ഷൻ എൻസൈമിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. EcoR1. ഇത് എസ്ചെറിഷ്യ കോളി എന്ന് പറയുന്ന ബാക്ടീരിയത്തിൽ നിന്നെടുത്ത ഒരു എൻസൈമാണ്, റെസ്ട്രിക്ഷൻ എൻസൈമാണ്. എങ്ങനെയാണ് റെസ്ട്രിക്ഷൻ എൻസൈമുകൾക്ക് പേര് കൊടുക്കുന്നത്? നെയിമിംഗ് ഓഫ് റെസ്ട്രിക്ഷൻ എൻസൈംസ്. അതിന് ചില റൂൾസ് ഉണ്ട്. എന്തൊക്കെയാ നോക്കുക. EcoR1 എന്ന റെസ്ട്രിക്ഷൻ എൻസൈം എടുത്തിരിക്കുന്ന ബാക്ടീരിയത്തിന്റെ പേരാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. എസ്ചെറിഷ്യ കോളി RY13. ശ്രദ്ധിക്കേണ്ടത്, ഈ ഒരു എൻസൈമിന് പേര് കൊടുക്കുന്നതിന് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇതാണ്. ഫസ്റ്റ് ലെറ്റർ comes from the genus name. അതായത് ഏത് ബാക്ടീരിയത്തിൽ നിന്നാണ് എടുക്കുന്നത്
ആ ബാക്ടീരിയത്തിന്റെ ജീനസ് നെയിമിന്റെ ഫസ്റ്റ് ലെറ്റർ ആണ് ആ എൻസൈമിന്റെ ഫസ്റ്റ് ലെറ്റർ. E stands for Escherichia. Second two letters comes from coli bacteria. Species name. Second two letters comes from the species name. Okay. Next letter R indicates the strain or variety. അതായത് എസ്റ്ററീഷ്യ കോളി പല വെറൈറ്റീസ് ഉണ്ട്. അതിലെ RY13 എന്ന വെറൈറ്റിയിൽ നിന്ന് എടുത്തു എന്നാണ് മീൻ ചെയ്യുന്നത്. Roman letter indicates the order in which the enzyme isolated from such bacteria. ആ ബാക്ടീരിയത്തിൽ നിന്നെടുത്ത എത്രാമത്തെ എൻസൈം എന്ന് ഇൻഡിക്കേറ്റ് ചെയ്യുന്നതാണ് റോമൻ ലെറ്റർ. ഇപ്പോൾ ശ്രദ്ധിക്കുക, ഇക്കോ R1 റെസ്ട്രിക്ഷൻ എൻസൈം ഐസൊലേറ്റഡ് ഫ്രം എസ്ചെരീഷ്യ കോളൈ RY13. ക്ലിയർ ആയി കാണുമല്ലോ. ഇനി ഈ എൻസൈമുകൾ എന്ന് പറയുന്നത്, ഈ റെസ്ട്രിക്ഷൻ എൻസൈം ഇക്കോ R1 എന്ന റെസ്ട്രിക്ഷൻ എൻസൈം ഉപയോഗിച്ച് DNA കട്ട് ചെയ്യുമ്പോഴേക്ക് അതിനും ഒരു റെക്കഗ്നിഷൻ സീക്വൻസ് ഉണ്ട്. ആ റെക്കഗ്നിഷൻ സീക്വൻസ് ഇങ്ങനെയാണ്. ഡബിൾ സ്ട്രാൻഡഡ് ആയിട്ടുള്ള 5'3' ഓറിയന്റേഷനിലുള്ള GAATTC കണ്ടല്ലോ. അതിന്റെ ഓപ്പോസിറ്റ് സ്ട്രാൻഡിലെ ബേസ് പെയർസ് ശ്രദ്ധിക്കുക. ഓരോന്നിനും കോംപ്ലിമെന്ററി ബേസ് പെയർസ് അറിയാമല്ലോ. GAATTC. ഇതിനൊരു പ്രത്യേകതയുണ്ട്. ആ ഒരു പ്രത്യേകതയാണ് എന്നോട് എഴുതിയിട്ടേക്കുന്നത് പാലിൻഡ്രോമിക് സീക്വൻസ്. പാലിൻഡ്രോമിക് സീക്വൻസ്, അതായത് ഈ DNA മോളിക്യൂളിന്റെ രണ്ട് സ്ട്രാൻഡിലെയും എഴുതിയിരിക്കുന്ന ശ്രദ്ധിക്കുക. ഇടത്തുനിന്ന് വലത്തോട്ട് വായിച്ചാലും വലത്തുനിന്ന് ഇടത്തോട്ട് വായിച്ചാലും ഒരേപോലെ വായിക്കാൻ പറ്റുന്നതാണ് പാലിൻഡ്രോമിക് ലെറ്റേഴ്സ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ ആയിട്ട് നമുക്ക് എഴുതാമെന്ന് നോക്കുക. മലയാളം ഇടത്തുനിന്ന് പോയാലും വലത്തുനിന്ന് വായിച്ചാലും ഒരേ വാക്ക് തന്നെയാണ്. അതുപോലെയുള്ള നൈട്രജൻ ബേസ് പെയർസും ഇടത്തുനിന്ന് വലത്തോട്ട് വായിച്ചാലും വലത്തുനിന്ന് ഇടത്തോട്ട് വായിച്ചാലും ഒരുപോലെ വരുന്ന ബേസ് പെയർസ് ആണ് പാലിൻഡ്രോമിക് ബേസ് സീക്വൻസ്. അത്തരത്തിലുള്ള പാലിൻഡ്രോമിക് ബേസ് സീക്വൻസ് ആണ് ഈ കാണിച്ചേക്കുന്നത് ഇക്കോ R1ന്റെ റെക്കഗ്നിഷൻ സീക്വൻസ്. ഈ രീതിയിൽ എസ്ചെരീഷ്യ കോളൈ RY13 എടുത്ത ഇക്കോ R1 ഒരു DNA മുറിച്ച് ഒരു റീകോംബിനന്റ് DNA നമുക്ക് എങ്ങനെ പ്രിപ്പയർ ചെയ്യാമെന്നുള്ളത് ഒരു ഡയഗ്രാമാറ്റിക് റെപ്രസെന്റേഷൻ തരുന്നുണ്ട്. അതൊന്ന് ശ്രദ്ധിക്കുക. ഞാൻ ഈ സൈഡില് വെക്റ്റർ DNA വരച്ചിട്ടുണ്ട്. അതായത് പ്ലാസ്മിഡ് വെക്റ്റർ കാണിച്ചിട്ടുണ്ട്. ഇവിടെ ഒരു ഫോറിൻ DNA കാണിച്ചിട്ടുണ്ട്. അതായത് പ്ലാസ്മിഡ് വെക്ടറിലെ മുറിച്ച് ഒരു ഫോറിൻ DNA ഒരു DNA സ്ട്രാൻഡ് നമുക്ക് ഒട്ടിച്ചു ചേർക്കണം. അതുവഴിയിൽ നമുക്കൊരു പുതിയ കോമ്പിനേഷൻ DNA ഉണ്ടാവുകയുള്ളൂ. അപ്പൊ ഇവിടെ വെക്റ്റർ DNAയുടെയും ഫോറിൻ DNAയുടെയും ബേസ് സീക്വൻസ് എഴുതിയിരിക്കുന്നത് ശ്രദ്ധിക്കുക. അതായത് ഒരേ റെസ്ട്രിക്ഷൻ എൻസൈം ഉപയോഗിച്ച് ഈ DNA മോളിക്യൂളും, അതായത് പ്ലാസ്മിഡ് DNA മോളിക്യൂളും ഫോറിൻ DNA മോളിക്യൂളും കട്ട് ചെയ്യാവൂ. അപ്പോൾ ഒരേ ബേസ് സീക്വൻസിലുള്ള സ്ഥലങ്ങൾ മാത്രമേ കട്ട് ചെയ്യുള്ളൂ. ഇപ്പോൾ ഇക്കോ R1 ഒഴിച്ചപ്പോഴേക്ക് രണ്ട് DNA മോളിക്യൂളിന്റെയും ഒരേ ബേസ് സീക്വൻസിൽ പോലെയുള്ള സ്ഥലങ്ങളാണ് പോയി കട്ട് ചെയ്തേക്കുന്നത്. കട്ട് ചെയ്തേക്കുന്ന ഡയറക്ഷൻ ശ്രദ്ധിക്കുക. രണ്ട് ഓപ്പോസിറ്റ് സ്ട്രാൻഡ്സിന്റെ സെയിം ബേസ് പെയർസിലാണ് ചെന്ന് മുറിച്ചു മാറ്റുക. കണ്ടല്ലോ, ഓപ്പോസിറ്റ് സ്ട്രാൻഡ്സിലെ സെയിം ബേസ് പെയർസ് ഗ്വാനിനും അഡനിനും ഇടയ്ക്കായിട്ടായിരിക്കും ഈ എൻസൈം ആക്ഷൻ നടക്കുന്നത്. ഓക്കെ, ഇവിടെയും ശ്രദ്ധിക്കുക. ഫോറിൻ DNAയിലും അതേ റെസ്ട്രിക്ഷൻ എൻസൈം ഉപയോഗിച്ചപ്പോഴേക്ക് Gക്കും Aക്കും ഇടയിൽ ഓപ്പോസിറ്റ് സ്ട്രാൻഡ്സിൽ ഒരേപോലെയുള്ള ബേസ് പെയർസിലായിരിക്കും ഇത് കട്ടുണ്ടാക്കുക. ഓക്കെ, അപ്പൊ ഇതിങ്ങനെ എൻസൈം ഉപയോഗിച്ച് ഇതിങ്ങനെ മുറിഞ്ഞു മാറുമ്പോഴേക്ക് കിട്ടുന്ന ഭാഗങ്ങൾ നോക്കുക. ഇവിടെ വെച്ച് ഈ DNA പാർട്ട് ഇത് മുറിഞ്ഞു മാറും. ഓക്കെ, മുറിഞ്ഞു മാറുമ്പോഴേക്ക് ആ സ്ട്രാൻഡിൽ നിലനിൽക്കുന്നത് ഗ്വാനിൻ മാത്രമാണ്. കണ്ടല്ലോ, താഴത്തെ സ്ട്രാൻഡില് G ആണ് ഇവിടുന്ന് മുറിഞ്ഞു മാറിയിരിക്കുന്നത്. ബാക്കി സ്ട്രാൻഡില് ഒരു ഹാങ്ങിങ് സ്ട്രാൻഡ് കാണുന്നുണ്ട് അല്ലെ, തൂങ്ങിക്കിടക്കുന്ന പോലത്തെ. ഈ ഹാങ്ങിങ് സ്ട്രാൻഡിനെ നമുക്ക് സ്റ്റിക്കി എൻഡ് എന്ന് പറയാം. സ്റ്റിക്കി എൻഡ്. അതുപോലെ നോക്കുക, ഇവിടെ ഫോറിൻ DNAയില് രണ്ട് സ്ട്രാൻഡ്സിലും ഒരേ രീതിയിലുള്ള ആക്ഷൻ നടന്നിരിക്കുന്നു. ഇവിടെ G മുറിഞ്ഞു മാറി ബാക്കിയുള്ള ബേസ് പെയർസ് ഉണ്ട്. താഴത്തെ സ്ട്രാൻഡില് G അവിടെ നിലനിൽക്കുകയും ബാക്കിയുള്ള ബേസ് പെയർസ് മുറിഞ്ഞു മാറുകയും ചെയ്തു. ഉണ്ടല്ലോ, മനസ്സിലായി കാണുമല്ലോ. ഇവിടെയും ഈ ഫോറിൻ DNAയിലും ഒരു സ്റ്റിക്കി എൻഡ് വരുന്നുണ്ട്, ഒരു ഹാങ്ങിങ് സ്ട്രാൻഡ് വരുന്നുണ്ട്. ഇതിനെ നമുക്ക് എന്ത് പറയാം? സ്റ്റിക്കി എൻഡ്.
ഈ സ്റ്റിക്കി എൻഡ് പേര് വരാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ഈ കാണപ്പെടുന്ന ഈ ഹാങ്ങിങ് സ്ട്രാൻഡ്സിന്റെ ബേസ് പെയർസ് ഒന്ന് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അവ കോംപ്ലിമെന്ററി ബേസ് പെയർസ് ആണ്. അതായത് ഇവിടെ ടി ടി എ ആണ്. ഇവിടെ വന്നിരിക്കുന്നതോ എന്തൊക്കെയാണ്? ഇതിന് ടിക്ക് കോംപ്ലിമെന്ററി ബേസ് പെയർസ് ആണ് അഡെനിൻ, എ എ ടി ടി സി. അത്തരത്തിലുള്ള ഈ ഹാങ്ങിങ് സ്ട്രാൻഡ്സ്, കോംപ്ലിമെന്ററി ബേസ് പെയർസ് ഉള്ള ഹാങ്ങിങ് സ്ട്രാൻഡ്സിലെ DNA ലിഗേസ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അവ തമ്മിൽ ഒട്ടിച്ചേർന്നിട്ട് ഒരു പുതിയ കോമ്പിനേഷൻ ഉണ്ടാവും. അതിവിടെ എഴുതി കാണിക്കാം. അപ്പൊ ഇവിടെ വെച്ചേക്കുന്നത്, ഇവിടെ വന്നേക്കുന്നത് ജി ആണ്. ഈ സ്റ്റിക്കി എൻഡ് വന്ന് ഇവിടെ ചേർന്നു. അപ്പൊ ഈ സ്റ്റിക്കി എൻഡിലുള്ള പോർഷൻസ് എന്തൊക്കെയാണ്? എ എ ടി ടി സി. ഓക്കെ. ഇനി ഈ സ്ട്രാൻഡിൽ എന്ത് മാത്രമാണുള്ളത്? ജി മാത്രമാണുള്ളത്. ഈ സ്ട്രാൻഡിലെ സ്റ്റിക്കി എൻഡില് എ എ ടി ടി സി, അതായത് രണ്ട് ഡിഫറെന്റ് DNA മോളിക്യൂൾ DNA ലിഗേസ് എൻസൈം ഉപയോഗിച്ച് നമ്മൾ ലിഗേറ്റ് ചെയ്തു, ഒട്ടിച്ചു ചേർത്തു. ഇപ്പൊ ഒരു പുതിയ കോമ്പിനേഷൻ ഉണ്ടായി. ഡിഫറെന്റ് ഓർഗാനിസത്തിന്റെയാണ് ഇവിടെ ഒരു പുതിയ കോമ്പിനേഷൻ എന്ന് പറയുന്നത്. അവ കോംപ്ലിമെന്ററി സ്ട്രാൻഡ് ആയതുകൊണ്ടാണ് അവ ഒട്ടിച്ചു ചേർന്നത്. ഇത്തരം DNA ആണ് നമുക്ക് എന്ത് പറയാം? റീകോംബിനന്റ് DNA. അതായത് DNAയുടെ പുതിയ കോമ്പിനേഷൻ വന്നിരിക്കുന്നു. ഇങ്ങനെ കിട്ടുന്ന DNA നമുക്ക് ഇനി അടുത്ത സ്റ്റെപ്പ് എന്തായിരിക്കണം? ഹോസ്റ്റ് സെല്ലിലേക്ക് കൊടുക്കണം. എന്തിനു വേണ്ടിയിട്ടാണ്? അതിന്റെ മൾട്ടിപ്പിൾ കോപ്പി നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ ഇക്കോ R1 എന്ന റെസ്ട്രിക്ഷൻ എൻസൈം ഇത്തരം റെക്കഗ്നിഷൻ സീക്വൻസിൽ എങ്ങനെ ആക്ട് ചെയ്യുന്നു എന്നുള്ളത് നമുക്കൊരു വീഡിയോയിലൂടെ കൂടുതൽ പരിചയപ്പെടാം. Cutting of DNA at specific locations. The purified DNA is cut into number of fragments by enzyme called restriction endonucleases. Each restriction endonuclease functions by inspecting the length of DNA and recognizes a specific palindromic nucleotide sequence in that DNA. Then it will bind to the DNA and cut each of the two strands of the double helix at specific points. These are called molecular scissors. They were first discovered by Nathans in 1970. അപ്പോൾ ഈ വീഡിയോ കൂടെ കണ്ടു കഴിഞ്ഞപ്പോഴേക്ക് ഇക്കോ R1 എന്ന റെസ്ട്രിക്ഷൻ എൻസൈം അതിന്റെ റെക്കഗ്നിഷൻ സീക്വൻസിലും അതെങ്ങനെ ആക്ട് ചെയ്യുന്നു എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ, കൂടുതൽ ക്ലിയർ ആയി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് ക്ലാസ് നിർത്തുകയാണ്. ഇനി അടുത്തൊരു ടോപ്പിക്കുമായി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.